നാടിനു വേണ്ടി പൊരുതി മരിച്ച ദേശസ്നേഹികളെ നമ്മുടെ നേതാക്കന്മാരെ ഇന്ന് നാം ആദരവോടെ സ്മരിക്കുന്നു. സ്വാതന്ത്ര്യ സമരകാലത്ത് ഞങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ള യാതനകൾ വാക്കുകളോട് നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ട് സുഹൃത്തുക്കളെ. സന്തോഷം കൊണ്ടാ വക്കലദ്യം. സ്വാതന്ത്ര്യത്തിനല്ലയോ പേച്ച് നടക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് ഇവിടെ നേരെ കൊണ്ടുപോയത് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കാണ്. എന്റെ ആർപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, പറഞ്ഞിങ്ങോട്ട് വരികയൊന്നും വേണ്ട, പറഞ്ഞങ്ങ് നിർത്തിയാ മതി. പറഞ്ഞോട്ടെ, സ്വാതന്ത്ര്യ ദിനമല്ലേ? സ്വാതന്ത്ര്യ ദിനമല്ലടോ, സ്വാതന്ത്ര്യ ദിനം. ചെന്ന് രണ്ടെണ്ണം പൊട്ടിച്ചാലോ? പൊട്ടിക്കാൻ എന്താ അവർ അവിടെ ഊറ്റിയുള്ള? വെറുതെ വയ്യാത്ത പണിക്കൊന്നും പോകണ്ടോ. ഒന്ന് നിർത്തടാ ശൗരി. ശരി, അപ്പൊ പിന്നെ കാണാം. പേഷ്യന്റ് എന്നടാ നീ ഇവിടെ കൂടി കേട്ടാ? ഞാൻ ഇവിടെ കെട്ടാൻ പറ്റുന്ന ഒറ്റ കൊടിയേ ഉള്ളൂ. ഏത് കൊടി? അപായക്കൊടി. എന്താ കുറിപ്പേട്ട ഊട്ടുകൊമ്പിലെ സൈറം പോലെ? എന്റെ പൊന്നു ശോധന, വായു ഇളകിയിട്ട് ഇളകും, ഇളകും. വയറൊഴിയുമ്പം വായു ഇളകും. കുറിപ്പേട്ടാ, ആയിരപ്പറയിലോട്ട് ചെല്ല്. അവിടെ വക്കീലിന്റെ പ്രസംഗമുണ്ട്. ഏതിളക്കത്തിനും പറ്റിയ ഒറ്റമൂലിയാ. ഈ ശോധനന്റെ മരുന്നൊന്നും വാങ്ങിച്ച് കഴിക്കല്ലേ, ശോധന ഉണ്ടാവില്ല. ചത്താപ്പോലും കഴിക്കലേ ചേട്ടാ, മരിച്ചു പോവും. പിന്നെ ഞാൻ എന്നാ എടുക്കണം എന്റെ ശോധന? ഒന്നും എടുക്കണ്ട, തന്ന മരുന്നെല്ലാം കഴിച്ചല്ലോ. എന്നാ പിന്നെ വീട്ടിലോട്ട് ചെന്ന് വല്ലതുമൊക്കെ വയറ് നിറച്ച് വലിച്ചു വാരി തിന്ന് രാമനാമം ജപിച്ചോണ്ടിരുന്നാ മതി. എല്ലാം നേരെയാണ്. ബന്ധുക്കളെ കൂടി വിവരം അറിയിച്ചേ. ഇത് പൂട്ടിച്ച് അടങ്ങുമല്ലേ? ഇതിനിപ്പോ തുറന്നു വെച്ചിട്ട് എന്നാ കിട്ടാനാ? എന്നാ പിന്നെ ചേട്ടൻ ചെന്നാട്ടെ. പറഞ്ഞ പോലെ നമ്മളിനി എങ്ങോട്ടാ? വായനശാലയിലോട്ട് പോണ്ട, അവിടെ നാടകക്കാര് താമസമാക്കി. ഇനി ഉറുമിസിന്റെ കൊട്ടയിലോട്ട് പോവാം. സ്വാതന്ത്ര്യ ദിനം പ്രമാണിച്ച് കൊട്ടയിൽ നിന്ന് 3 കളിയാ. മഴയക്കള്ളൻ, നാശം. അവിടെ ഇരുന്ന് കള്ളുടിക്കാൻ ഒക്കുകയില്ല. എന്നാ പിന്നെ ഇവിടെ ആകല്ലേ? ഈ സെമിത്തേരിയിൽ എന്താവാലോ? ഇവിടെ പറ്റില്ല, കള്ളുടിയൊന്നും ഇവിടെ നടപ്പില്ല. പറഞ്ഞേക്കാം, ഇവിടെ ഇവിടെ നടപ്പില്ല. ഒരു കാര്യം ചെയ്, നീ നടക്ക്. എങ്ങോട്ട്? ഷാപ്പിലോട്ട്. ഇന്ന് കള്ള് നിന്റെ വക, തൊട്ട് നിൽക്കാൻ എന്തെങ്കിലും നമ്മുടെ വക ഇല്ലയോ? സ്വാതന്ത്ര്യം കളിച്ച് ഉളുക്കും കളിക്കോട്ട് 5 പാഷൻസ് വിളിട്ട് ദിവസം ഇന്ന്. ഓ, ഇയാളുടെ മരുന്ന് കഴിച്ചിട്ട് വേണമല്ലോ ഇവിടെ പാഷൻസ് നടക്കാൻ. എന്നാ പിന്നെ ഞാൻ പൂട്ടേച്ച് വരാം. കൂട്ടണ്ട, പിന്നെ മുറിയെന്ന് സ്പിരിറ്റിനകത്ത് ഒരു കുപ്പി എനിക്ക് വേണം. എന്തിനാ? ഈ സ്പിരിറ്റിനകത്ത് ചെറുനാരങ്ങ പിഴിഞ്ഞു കുടിക്കാൻ എന്തൊരു രസാന്നറിയാം. വിവരക്കേട് പറഞ്ഞാ പിന്നെ പിള്ളേര് പോവാണ്ടിരിക്കുവോ? ചുമ്മാ കേറി അങ്ങ് പറയല്ലേ ഉപ്പ് സത്യാഗ്രഹവും ഗാന്ധിയെന്നും ഒക്കെ. ജയിലിൽ കിടന്നൊക്കെയല്ലേ കീറുന്നത്. ജവഹർലാലിന്റെ കുടുംബാന്ന് പറയാഞ്ഞത് ഏറുള്ളൂന്ന് പേടിച്ചിട്ടായിരിക്കും. കളർ ഉടുപ്പിട്ടാ പിന്നെ അവന്റെ ഒക്കെ വിചാരം നെഹ്റുവിന്റെയും ഗാന്ധിയുടെയും ഒക്കെ സ്വന്തക്കാരാണെന്നാ. ഏമാൻ അളിയനോട് പണത്തിന്റെ കാര്യം വല്ലതും പറഞ്ഞോ? ഞാൻ സൂചിപ്പിച്ചു, അയാള് കേട്ടില്ല. എങ്ങനെ കേൾക്കാനാ? അക്കാര്യം പറയുമ്പോഴേ അയാള് ചാക്കോയുമായിട്ട് കാർഷിക രംഗത്ത് വരുത്തേണ്ട പരിവർത്തനത്തെ കുറിച്ച് സംസാരിക്കും. അതെന്നെ ഏമാനെ, രാസവളമാണോ? ഓ, രാസവളമോ? എന്റെ പാപ്പി, പരിവർത്തനമെന്ന് വെച്ചാ മാറ്റം. മാറ്റി നിർത്താൻ രണ്ടുപേരേ ഉള്ളൂ, അളിയും വക്കീലും മുഞ്ഞ ഒഴുങ്ങി ചാക്കോയും. വലിയ സഖ്യത്തില്ല രണ്ടുപേരും. നേരെ നിരട്ടിയ കെട്ടിപ്പിടി അട്ടഹാസവും ആ തിണ്ണയിൽ. അതെന്തിനാടോ? ബ്രാൻഡി അടിച്ചാ പിന്നെ ബോധവോ പൊക്കണോണ്ടോ ഏമാനെ? ആരോട് പറയാനാ? ആരോടും ഒന്നും പറയണ്ട. അവനവന് ആവശ്യമുള്ളതെങ്കിലും കൃഷി ചെയ്ത് നെല്ലിങ്ങ് മാറ്റിയിടണം. ചാക്കോ ആരാന്ന് വെച്ചാ എല്ലാം വിഴുങ്ങി ചാക്കോ അങ്ങ് പോകും. പിന്നെ അവന്റെയും പുറകെ നടന്ന് ഇറക്കേണ്ടി വരും. നിങ്ങളുടെ പള്ളി കമ്മിറ്റി പ്രസിഡന്റ് ആയപ്പോ ചാക്കോച്ചൻ. ഓ, കാശുള്ളവനൊക്കെ അവിടെ കമ്മിറ്റിക്കാരാ. അച്ഛന്റെ ബുദ്ധിയല്ലയോ? അല്ല, കർത്താവിന് താഴോട്ടൊന്ന് കമ്മിറ്റി ഉണ്ടാക്കാൻ പറ്റുമോ? എങ്ങോട്ടാ അമ്മേ? അമ്പലം വരെ ഒന്ന് പോയേച്ചു വരാം. എന്നെ സാവിത്രി, ഇത് രാവിലെ അമ്പലത്തിൽ പോയതല്ലയോ? അതുകൊണ്ട് അമ്പലം അടച്ചു കാണും അമ്മേ. അത് കാണാൻ തന്നെയാ പോണേ. കയ്യെന്ന് വിട്, വിട്. ഞാൻ കൂടെ വരണോ? വേണ്ട. ആവശ്യത്തിനുള്ള വരുമാനം ഇപ്പൊ തന്നെ ഉണ്ടല്ലോ നമ്മുടെ പള്ളിക്ക്. അത് കൂടുതലാവുമ്പോഴാണ് ഈ തർക്കവും വഴക്കവും ഒക്കെ ഉണ്ടാകുന്നത്. ഒരു തർക്കവും ഇല്ല, വഴക്കുമില്ല. അച്ഛൻ അറിയാവോ, പണിക്കാരിൽ ഒരു നല്ല വിഭാഗം ക്രിസ്ത്യാനികളാണ്. പള്ളി വക പാഠമാവുമ്പോ അവര് മരിച്ചു പണി ചെയ്തോളൂ, എന്തെങ്കിലും കൊടുത്താൽ മതി.
അച്ഛനൊന്ന് മൂള് പാടം പള്ളിവായാക്കി എടുത്താ മതി. കൃഷിയെല്ലാം ഞാൻ ചെയ്യിച്ചോളാം. ചാക്കോച്ചൻ പറഞ്ഞുകൊണ്ട് വരുന്നത് പണം ഉണ്ടാക്കാനുള്ള ബുദ്ധിയാ. ആ നാടിനെയും നാട്ടാരെയും വെട്ടിമുറിച്ച് കാശുണ്ടാക്കാനുള്ളതല്ല ദേവാലയങ്ങൾ. കർത്താവിന്റെ ഖജനാവിൽ സ്നേഹവും സമാധാനവും മതി. അത് ആവശ്യമുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ചാക്കോച്ചനെ പോലുള്ള ഒരു വിശ്വാസി ചെയ്യേണ്ട കടമ. ഓ അത് അച്ഛനങ്ങ് നേരിട്ട് ചെയ്തോണ്ടാ മതി. ഇനി ഞാൻ ഈ കാര്യം അച്ഛനോട് പറയത്തില്ല. എന്നോടൊന്നല്ല, ആരോടും. പൂളന്റെ കുഞ്ഞുങ്ങളാണോടാ നീയൊക്കെ? നിന്നോടാ ചോദിച്ചത്. എന്നാ പൂളന്റെ കുഞ്ഞുങ്ങളാണോ നീയൊക്കെ എന്ന്? എന്നോട് മാത്രമാണെങ്കിൽ അത് അപ്പം തന്നെ അങ്ങ് തീരുമാനിച്ചാ പോരായോ? നിഷേധി. ഞാൻ ഈ കണക്കൊന്ന് കൂട്ടിക്കോട്ടപ്പാ. എല്ലാത്തിനും തൊഴിച്ച് ഞാനുണ്ടല്ലോ. അയ്യോ, എന്നെ എന്നത്തിനാ തൊഴിക്കുന്നേ? അച്ഛനല്ലയോ കൂവിയെ? പിന്നെ നാട്ടുകാരെ തൊഴിക്കാൻ പറ്റുമോ മോളെ നമ്മുടെ അപ്പന്? കാല് തല്ലി കുടിക്കത്തില്ലയോ? ഇക്കണ്ട കാര്യത്തിൽ ഇന്നേ വരെ ഒരുത്തിനും ചീ പോകുന്നൊരു വർത്തമാനം ഈ പാപ്പിയുടെ നേർക്ക് നോക്കി പറഞ്ഞിട്ടില്ല. കോച്ചിന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒന്നും മിണ്ടാണ്ടിരിക്കടാ. എടി നീ കൂടി ഉണ്ടായിരുന്നല്ലേ? ആ വക്കീൽ ഏതാണ്ട് പറഞ്ഞെന്ന് വെച്ച് ഇവൻ എന്തിനാ കൂവാനും ബഹളം ഉണ്ടാക്കാനും നടന്നേ? അപ്പനെ പോലുള്ള ഒരു കൂവാഞ്ഞിട്ട്, മേടലെ കൈമൾ അദ്ദേഹം കൂവാഞ്ഞിട്ട്. മറിയേ, നിന്റെ മോന് വട്ട. അപ്പോ നമ്മളെയൊക്കെ വിഴുപ്പ് ചുമക്കുന്ന കഴുതകളാക്കുക ആ വക്കീലും ചാക്കോയും ഒക്കെ. വിവരമുള്ള കൈമൾ അദ്ദേഹത്തിനും വിവരമില്ലാത്ത എന്റെ അപ്പനും ഇപ്പൊ അത് മനസ്സിലാകില്ല. ഞങ്ങൾക്കൊക്കെ എപ്പോഴാ മനസ്സിലാകുക എന്ന് അവിടെ നിന്ന് പറഞ്ഞു തന്നാലേ അതനുസരിച്ച് തന്നെ ജീവിച്ചോളാം. തെമ്മാടി പിള്ളേരെ ആട്ടുമ്പോ ഓർക്കണായിരുന്നു. എടീ, കുറച്ച് വെള്ളം എടുത്ത് കൊടുക്കടി. വെള്ളത്തിന്റെ മൂക്കി കോരി ഒഴിക്കടാ. പന്നി പെറ്റുകൂട്ടുന്ന മാതിരി യുവമാരുടെ എണ്ണം അങ്ങ് കൂടുകയാണല്ലേ മോനെ. ചാക്കോയുടെ കൃഷിക്ക് കൊണ്ടുവന്നതാണോ പാപ്പി ഇവന്മാരെ? പാടത്തെ കൃഷിക്കല്ല, നാട്ടുകാരെ കൃഷി ചെയ്യാൻ. പാപ്പി വക്കീലിനോട് ഏമാൻ കർശനമായിട്ട് ചില കാര്യങ്ങൾ പറയണം. ഇല്ലെങ്കിൽ അവന്മാർ കൃഷി ചെയ്ത് കളപ്പുരയെ താമസമാക്കും. ആരോടും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാ പാപ്പി ഞാൻ. പറഞ്ഞു മുഷിഞ്ഞ ഇപ്പൊ പുറമേ കാണിക്കുന്ന ബഹുമാനം പോലും ഇല്ലാതാവും.